बिहारी जय राधा माधव जय कुंज बिहारी जय गोपी जन वल्लभा जय गिरिवरधारी जय गिरिवरधारी जय गोपी जन वल्लभा जय गिरिवरधारी जय गिरिवरधारी जय राधा माधव जय कुंज बिहारी जय यशोदनंदन जय वृजुंज बिहारी जय यमुना तीरवनचारी जय कुंज बिहारी जय राधा माधव जय कुंज बिहारी जय राधा माधव जय कुंज बिहारी हरे कृष्ण 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 हरे 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 राम 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 हरे हरे നമോ ഭഗവതേ വാസുദേവായ. നോക്കിയപ്പം ഇതേ ദിവസം തന്നെയാണ് 2013 ദാമോദരാരതി. ശരി, സെയിം ദിവസത്തിൽ തുടങ്ങി അവസാനിക്കുന്നു. വെറുതെ ഇങ്ങനെ നോക്കി പോയപ്പം പഴയ പേപ്പറുകൾ ഇങ്ങനെ കണ്ടു, കുറെ റെക്കോർഡ്സുകൾ നോക്കിയതാണ്. മുൻ വർഷങ്ങൾ എന്തൊക്കെയാണ് നോക്കിയെന്നുള്ളത് പോയതാണ്. 2013 പേപ്പർ ഇരിക്കുന്നു. ഹരേ കൃഷ്ണ. നമ്മള് സ്വാമി മാതാജി ഹരേ കൃഷ്ണ. ഇന്നലെ നമ്മള് ദാമോദര ഭഗവാന്റെ അല്ല, ഈ പ്രാവശ്യം നമ്മുടെ ഹീറോ എന്ന് പറയുന്നത് ദാമോദര ഭഗവാൻ മാത്രമല്ല. നമ്മുടെ മെയിൻ ഹീറോ ഒരലാണ്. ഈ ഒരലാണ് നമുക്ക് വേണ്ടത്. പക്ഷെ ഈ ഒരല് കൊണ്ടുവരാൻ ഒരാൾക്ക് പറ്റത്തുള്ളൂ. അർജുനന്റെ രഥം നയിക്കാൻ ആർക്കേ പറ്റത്തുള്ളായിരുന്നു? ഭഗവാനെ പറ്റത്തുള്ളായിരുന്നു. അതുകൊണ്ടാണ് ഭഗവാനെ പാർത്ഥസാരഥി എന്ന് പറഞ്ഞത്. എന്തുകൊണ്ടാണ്? അപ്പൊ ആ രഥത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഭഗവാൻ നിൽക്കുന്ന രഥമായിരുന്നു, സാധാരണ ഒരു രഥമല്ല. അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ ഇറങ്ങിപ്പോയപ്പം ആ രഥം തകർന്നും പോയി, ഇല്ലേ? നമ്മുടെ ഗൃഹവും അതുപോലെതാണ്. നമ്മുടെ ഗ്രഹങ്ങളെല്ലാം അത് തന്നെ, അതുപോലെ ഗൃഹവും അത് തന്നെ. ഇപ്പൊ ഗൃഹങ്ങളും ഭഗവാന്റെ സാന്നിധ്യത്തെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അതിന്റെ ഗതിവിഗതികൾ ഇത് വളരെയാണ്. കർമ്മബന്ധങ്ങളിലൂടെ ഞാൻ പോയപ്പോൾ 3 മണിക്കൂറൊക്കെ വായിച്ചിട്ടൊന്നും തീർന്നിട്ടില്ല കാര്യങ്ങൾ. 1 വർഷം വായിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാലും അതിനെപ്പറ്റി തീരാൻ പറ്റുന്നില്ല. അതിന്റെ ഒരു സംക്ഷിപ്ത രൂപമാണ് ഭഗവത്ഗീതയിലെ 16-ാമത്തെ അധ്യായത്തിലെ ദേവാസുര ഭാവങ്ങളെ കൊടുത്തിരിക്കുന്നത്. സംക്ഷിപ്ത രൂപമാണ്. ഇതിന്റെ ബ്രീഫ് സ്റ്റഡിയായിട്ട് ഞാൻ പോയപ്പോഴാണ് ഇത് ഇവിടെ നിൽക്കുന്ന കാര്യങ്ങളല്ല. ഇതൊന്നും മനസ്സിലാവാത്തത് കൊണ്ടാണ് ഭഗവാൻ സംക്ഷിപ്ത രൂപത്തിൽ അർജുനനോട് ഇതിനെക്കുറിച്ച് പറയുന്നത്. ദേവാസുര ഭാഗങ്ങൾ അത് വായിക്കണം, ഒന്നുകൂടി വായിക്കണം. ഇത് കഴിഞ്ഞാൽ, ഇപ്പം ഈ ക്ലാസ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഈ സെക്ഷൻ കഴിഞ്ഞിട്ട് എല്ലാവരും ഭഗവത്ഗീത എടുത്തിട്ട് യഥാരൂപം എടുത്തിട്ട് പ്രഭുപാദരുടെ ഭാവാർത്ഥം ഉൾപ്പെടെ അത് വായിക്കും. ദേവാസുര ഭാവം ഇത് വലിയൊരു സബ്ജക്റ്റാണ്. ഇപ്പം ഭഗവാനും ആ ഭഗവാന്റെ രഥവും, ഭഗവാൻ രഥത്തിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തിന് ആ രഥമാണ് അർജുനൻ 18 ദിവസം യുദ്ധം ചെയ്തു. അതുപോലെ ഇവിടെ ദാമോദര മാസത്തില്, കാർത്തിക മാസത്തില് ഇന്നലെ
ശില്പമാതാജി പറഞ്ഞതുപോലെ രാധാറാണിയുടെ കൃതിക ആ പേരിൽ സാമ്യം നിർത്താൻ വേണ്ടിയിട്ട് ആ പേരിനെ സ്തുതിച്ചുകൊണ്ട് ഉണ്ടായ മാസമാണ് കാർത്തിക മാസം. അത് നമുക്കറിയാം. ആ രാധാറാണി ഉണ്ടായത് കൊണ്ട് തന്നെയാണ് നമുക്ക് വൃന്ദാവനം കിട്ടിയത്. അത് നമുക്കറിയാം. യമുന കിട്ടിയത്, പുളിഞ്ചങ്ങൾ കിട്ടിയത്, അതും നമുക്കറിയാം. ഭഗവാന്റെ ദർശനം കിട്ടിയത്, അതും നമുക്കറിയാം. കാർത്തിക മാസത്തിൽ ഭഗവാൻ അർജുനനെ ഭഗവാൻ രഥത്തിൽ കയറ്റിയതുപോലെ ഇവിടെ ഭഗവാൻ ഉരലിന്റെ സാരഥിയാണ്. ഉരല് നോക്കണം. രഥത്തിൽ ഭഗവാന്റെ കുതിരകളെ 4 കുതിരകൾ, ആ കുതിരകളുടെ പേരൊന്ന് നോക്കി വെച്ചാൽ ഏതൊക്കെയാണ് കുതിരകളുടെ പേരൊന്നും. ഭഗവാന്റെ കുതിരകൾ ഏതൊക്കെയാണ്? 4 കുതിരകൾ. ഇവിടെ ഭയങ്കരമായിട്ട് ഒരു ഡിബേറ്റ് തന്നെ നടത്തിയത്, ഇന്റർപ്രിട്ടേഷൻ ചെയ്ത് ഇതിനെ വികലമാക്കിയ ഒരു വലിയൊരു മനുഷ്യനുണ്ട് ഇവിടെ. ഇതിന്റെ പേരെന്തായിരുന്നു? PK ഷിബു. ഭഗവാന് 4 കുതിരയുണ്ട്, കുതിരകൾക്ക് പേരുമുണ്ട്. ഈ കുതിരകളെ മാറ്റി നിർത്തിക്കൊണ്ട് സാങ്ക്യ സിദ്ധാന്തവും മറ്റതെല്ലാം കൂടെ എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് ഇതിനെ പഞ്ചേന്ദ്രിയങ്ങളാക്കി മാറ്റി 5 കുതിരകളാക്കി മാറ്റി അങ്ങ് നശിപ്പിച്ചു കളഞ്ഞു. ഇത് ലൈവാണ്. കുരുക്ഷേത്ര യുദ്ധം എന്ന് പറയാൻ സാങ്കല്പികമല്ല, ലൈവാണ്. ഭഗവാൻ 4 കുതിരകളെയും കൊടുത്തിട്ടുണ്ട്. ആ 4 കുതിരകൾക്ക് പേരുമുണ്ട്. ഇതാണ് ഫസ്റ്റ്. ഇവിടെയാണ് മായാവാദികൾ അല്ലെങ്കിൽ അസുരന്മാരുടെ ഭഗവത്ഗീത പ്രഭാഷണം എന്ന് പറയുന്നുണ്ട്. ഭഗവത്ഗീതയിൽ 16-ാമത്തെ അധ്യായം അത് തന്നെയാണ് പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. അത് തന്നെയാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. ഈ ദാമോദര മാസത്തിൽ ഇതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ. ദേവാസുര യോഗം ഇതൊക്കെ എടുത്തിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ഓടും. അവനെന്നേ പറയാൻ പറ്റത്തുള്ളൂ, അവൻ ഓടും. അങ്ങനെ അപ്പം ഈ ഒരലിനൊരു പ്രത്യേകതയുണ്ട്. സർവചരാചരങ്ങളും ഭഗവാന്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ജന്മമെടുക്കുന്നത്. ആ ഉരലിനും കിട്ടി ഒരു ഭാഗ്യം. വേറെ ഒരു പാറയും ഉരലായിട്ട് മാറിയില്ലല്ലോ. ക്ഷേത്രങ്ങളിലെ വിഗ്രഹം ഉണ്ടാക്കുന്നതിനും തെരഞ്ഞെടുക്കും കല്ലുകൾ. ആ ശിലകൾ തെരഞ്ഞെടുക്കും. ജീവനുള്ള ശിലയുണ്ട്, ആ ശിലയാണ് എടുക്കുന്നത്. അപ്പം ആ ശിലയ്ക്കും ഒരു യോഗമുണ്ട്. വളരെ നമുക്കറിയാവുന്ന ഉദാഹരണമാണ് അഹല്യ. അഹല്യ ശിലയായിട്ട് മാറി ആ ശിലയ്ക്ക് ജീവനുണ്ടായി, ഒരു കോൺഷ്യസ് ഉണ്ടായിരുന്നു. തൊട്ട് കഴിഞ്ഞാൽ മണിനാദം പോലെ കേൾക്കും. അത്തരം ശിലകൾക്ക് ജീവനുണ്ട്. ചില ശിലകള് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ ടിങ് ടിങ് എന്ന് കേൾക്കും, നല്ല മണിനാദമായിരിക്കും. അത് ജീവനുള്ള ശിലയാണ്. ഇവിടെ ഭഗവാൻ ആ ഒരലിനെ പിടിച്ചു കൊണ്ടുവരികയാണ്. ആ ഒരലിന്, ഈ ഒരലാണ് കാർത്തിക മാസത്തിൽ ശരിക്കും പറഞ്ഞ നായകൻ. എന്തിനാ ഈ ഒരലിനെ? ഭഗവാൻ 4-5 വയസ്സോ ഉള്ളപ്പം ഭഗവാൻ ഈ ഒരലിനെ നിരക്കിക്കൊണ്ട് വരികയാണ്. എന്നിട്ട് 2 മരത്തിന്റെ ഇടയ്ക്ക് കൊണ്ടുവന്ന് മുട്ടിച്ച് ഈ മരത്തിനെ പുഴുതു തരും. ഭഗവാന്റെ ഒറ്റ നോട്ടം കൊണ്ട് ഈ മരം പുഴുതു പോവും. അത് വേറൊരു സത്യം അല്ല. ഭഗവാൻ തീരുമാനിച്ചിരിക്കുന്നത് കാർത്തിക മാസത്തിൽ ഞാൻ ഇങ്ങനെയാണ് മോക്ഷം കൊടുക്കുന്നത് എന്നുള്ളതാണ്. ആ 2 മരങ്ങൾക്ക്. കാര്യം നാരദ മഹർഷിയും കൊടുത്ത വാക്കാണ്. നാരദ മഹർഷി ഈ ദേവന്മാർക്ക് കൊടുത്ത വാക്കാണ്. ആലോചിച്ച് നോക്കണം. ചെറിയ ഒരു കോൺഷ്യസിൽ വ്യത്യാസം വന്നപ്പോൾ ഒരു ഗുരു, ഭഗവാന്റെ ഒരു വലിയ ഭക്തൻ അതിലേ നടന്നു വന്നപ്പോൾ ഗൗനിച്ചില്ല. ആ ഗൗനിക്കാത്തതിന് കാരണം കൊണ്ട് തന്നെ, തുണി ഉടുക്കാത്തതിന് കാരണം കൊണ്ട് തന്നെ അവർക്ക് ശിക്ഷ ഏൽക്കേണ്ടി വന്നു. ശിക്ഷ കറക്റ്റാണ്. കാര്യം ഓരോരുത്തർക്ക് ഓരോ ജീവിതം പറഞ്ഞിട്ടുണ്ട്. മനുഷ്യനായി പറന്നു കഴിഞ്ഞാൽ മനുഷ്യന്റെ ഒരു ജീവിതം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ശാസ്ത്രം വായിക്കണമെന്ന് പറയുന്നത്. 16-ാമത്തെ അധ്യായത്തിൽ മൊത്തം അതാണ്, ദേവാസുര ഭാവങ്ങൾ. അപ്പൊ അതിനെപ്പറ്റി നമുക്ക് വീണ്ടും വരാം. അപ്പൊ ഇവിടെ പറയുന്നത് ദമ്പോ ദർഭോ അഭിമാനച്ച, 4-ാമത്തെ ശ്ലോകം, ദേവാസുര യോഗത്തിലെ 4-ാമത്തെ ശ്ലോകം പറയുന്നതാണ് 16-ാമത്തെ അധ്യായത്തിൽ. ദമ്പോ ദർഭോ അഭിമാനച്ച
ക്രോധപാരുഷ്യമേവ ച അജ്ഞാനം ചാഭിജാതസ്യ സമ്പദമാസുരീ. ഹേ പാർത്ഥ, അർജുന, ഗർവം, അഹങ്കാരം, അഭിമാനം. ഓക്കെ, മാതാജി എടുത്തിട്ടു. വെരി ഗുഡ്. The names and description of the horses of Krishna's chariot. The first one Shaibya, പിന്നെന്താ ഗ്രീനിഷ്, പിന്നെ സെക്കൻഡ് സുഗ്രീവ, ഓക്കെ, ശൈബ്യ, പിന്നെന്താ സുഗ്രീവ അല്ലേ മാതാജി? സുഗ്രീവ, പിന്നെ മേഘപുഷ്പ ആൻഡ് ബലഹാഗ അല്ലേ? ബലഹാഗ. ഓക്കെ, ഇവിടെ പറയുന്നു ദംഭോ ദർഭോ അഭിമാനച്ച ക്രോധപാരുഷ്യമേവ ച അജ്ഞാനം ചാഭിജാതസ്യ പാർത്ഥ സമ്പദമാസുരീം. ഹേ പാർത്ഥ, അർജുന, ഗർവം, അഹങ്കാരം, അഭിമാനം, ക്രോധം, പാരുഷ്യം, അജ്ഞാനം എന്നിവ അസുര ഗുണങ്ങൾ. ഒന്നിനെ കുറിച്ചും ഓർത്ത് ഗർവുണ്ടാകരുത്. ഞാൻ അങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും, എനിക്ക് ഒരുപാട് പേരോട് പിടിപാടുണ്ട്, എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന ആ അഹങ്കാരം, അതിൽ നിന്നുളവാകുന്ന ക്രോധം. കാര്യം, ആരെങ്കിലും വരുമ്പോൾ നീ എന്നോട് ചോദിക്കാൻ ആരുണ്ട് ഇവിടെ ചോദിക്കാൻ എന്ന ഭാവം, അല്ലെങ്കിൽ നിനക്ക് എന്നോട് ചോദിക്കാനുള്ള അധികാരം എന്താ അത്. അപ്പം മിഥ്യമായ പൗരുഷ്യം, ഒരു എന്താ പറയുന്നത്, എല്ലാ പുരുഷന്മാരെയും പോലല്ല ഞാൻ. പൗരുഷ്യം ഇത് ഉണ്ടാവുന്ന എന്തുകൊണ്ടാണ്? അജ്ഞാനം, ഈ വിവരമില്ലായ്മ. ഇതൊക്കെ അസുരന്മാരുടെ ലക്ഷണങ്ങളാണ്. അസുരഗണങ്ങൾക്ക് നാശമേ ഉള്ളു എന്ന് പറയുന്നു. പിന്നെ വീണ്ടും 7ാമത്തെ ശ്ലോകം കണ്ടിന്യൂ ചെയ്തു പോകുമ്പം പ്രവർത്തിം ച നിവൃത്തിം ച ജനാ ന വിദുരാസുരാ ന ശൗചം നാഭിചാചാരോ ന സത്യം തേഷു വിദ്യതേ. എന്താണ് ചെയ്യേണ്ടതെന്നോ ചെയ്യരുതാത്തത് എന്തെന്നോ അസുര സ്വഭാവികൾക്ക് അറിഞ്ഞുകൂടാ. വിശുദ്ധിയോ നല്ല പെരുമാറ്റമോ സത്യസന്ധതയോ അവർക്കില്ല. ഇവിടെ ഈ നളകുബേരന്മാർക്ക് പറ്റിയത് അങ്ങനെയാണ്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യേണ്ട എന്ന് മനസ്സിലായി. എന്തുകൊണ്ടാണ്? ഒന്ന്, അവരുടെ കോൺഷ്യസ് അങ്ങനെ ആയിപ്പോയി. നല്ല വീട്ടിൽ പറന്നതാണ്, പക്ഷേ ചെറിയൊരു കോൺഷ്യസ് മാറ്റം വന്നു. എന്തുകൊണ്ട്? അവർ കഴിച്ച ആഹാരത്തിനൊരു വ്യത്യാസം. ആഹാരം ചെറിയൊരു ക്യാപ്സ്യൂളിന് നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റുമെങ്കിൽ, ഈ പറയുന്ന മാരകമായ ചെറിയൊരു വൈറസ്, നമ്മൾ കണ്ണിൽ പോലും കാണാൻ പറ്റാത്ത ഒരു വൈറസിന് നമുക്ക് മാരക വൈറസ് എന്ന് പേര് നൽകാമെങ്കിൽ, ശരീരത്തെ മുഴുവൻ, ജീവിതകാലം മുഴുവൻ ബാധിക്കാമെങ്കിൽ, ഇതൊക്കെ ഒരു തെളിവാണ് നമ്മുടെ ശരീരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആഹാരങ്ങൾക്ക് നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയുമെന്നും, അല്ലെങ്കിൽ ശരീരത്തെ സ്വാധീനിക്കാൻ കഴിയുമെന്നുള്ളത്. ഇപ്പം താമസികമായ ഗുണത്തിലുള്ള മദ്യം അവർ കഴിച്ചപ്പം അവർക്ക് എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട എന്നുള്ള വിവേചന അധികാരം നഷ്ടപ്പെട്ടു. അപ്പം നാരദ മഹർഷി അവർ പോയപ്പോൾ അദ്ദേഹത്തെ ഗൗനിച്ചില്ല, അദ്ദേഹത്തെ കാണാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ അവരോടൊപ്പം ഉണ്ടായിരുന്ന കൂട്ടുകാരികളും അതേ സ്വഭാവത്തിലാണെങ്കിലും ചെറിയ ഒരു കോൺഷ്യസ് അവർക്ക് ബാക്കി നിന്നത് കൊണ്ട് പെട്ടെന്ന് കയറി വസ്ത്രം എടുത്തു കൊടുത്തു. നോക്കണം, രണ്ടുപേരും ഒരുപോലെയാണ് തെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഇത് നോട്ട് ചെയ്തേണ്ട പോയിന്റാണ്. എന്തുകൊണ്ട് സ്ത്രീകൾ മരങ്ങളായില്ല? എന്തുകൊണ്ട് ഈ 2 കുമാരന്മാർ മാത്രം മരങ്ങളായി? എന്താ അവരും തെറ്റുകാരല്ലേ? കൂടെയുള്ള കൂട്ടുകാരികളും തെറ്റുകാരല്ലേ? എന്തുകൊണ്ട് നാരദ മഹർഷി ഈ 2 പേരെ മാത്രം ശപിച്ചു? പ്രഭു ഒരു മറച്ചു നാരദമുനിയെ കണ്ടപ്പോ. അതാണ് പോയിന്റ്. വിനയം ആവശ്യമാണ്. ഇവിടെയാണ് പറഞ്ഞത്, വിനയം ആവശ്യമാണ്. ആ സബ് കോൺഷ്യസ് മൈൻഡിൽ ആ സ്ത്രീകൾക്ക് വിനയം ഉണ്ടായിരുന്നു.
അവരത്രയും മദ്യപിച്ചിട്ടില്ലായിരുന്നു. അവർക്ക് ആ വിനയം ഉണ്ടായിരുന്നു. അവിടെയാണ് പറയുന്നത് നേഹാഭിക്രമനാശോസ്തി. ആ ശ്ലോകം ഏതാണ് മാതാജി? 241. 241. അതെ, 240. നേഹാഭിക്രമനാശോസ്തി പ്രത്യവാനായ ന വിദ്യതേ സ്വൽപമൽപസ്യ ധർമ്മസ്യ റായതേ മഹതോ ഭയാത്. നഷ്ടമോ ലോപമോ ഈ ഉദ്യമത്തിലില്ല. ഈ വഴിക്കുള്ള ചെറിയൊരു മുന്നേറ്റവും മഹാഭയങ്ങളിൽ നിന്ന് രക്ഷ നൽകുന്നു. അപ്പം ചെറിയൊരു വിനയം ആ ഗുരുവിനോട് കാണിച്ചു. അതുകൊണ്ട് ഗുരുവിന് സംതൃപ്തനായി. ഓക്കെ, ആർക്കും തെറ്റ് വരാം. അതുകൊണ്ട് പെട്ടെന്ന് ക്ഷമിച്ചു നാരദ മഹർഷി. ഇവിടെയാണ് നമുക്കുണ്ടാകുന്ന തെറ്റിനെ അഡ്മിറ്റ് ചെയ്യാനുള്ള, സമ്മതിക്കാനുള്ളതും വിനയത്തോടെ സമ്മതിക്കാനുള്ളതും വിനയം പ്രകടിപ്പിക്കാനുമുള്ള ഒരു മനസ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ മാത്രമേ ജീവിതം പുരോഗതിയായിട്ട് മുന്നോട്ട് പോകൂ എന്ന് ഈ ദാമോദര അഷ്ടകത്തിലൂടെ, ദാമോദര മാസത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരും. ഇതാണ് ഇതിന്റെ മറ്റൊരു വശം. പിന്നെ അങ്ങനെ പോകുമ്പോൾ ഈ 2 മരങ്ങൾക്ക് മാത്രം ഇപ്പൊ ഓരോ പ്ലാറ്റ്ഫോം കൊടുക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഓരോ ഗുണത്തിനനുസരിച്ചിട്ട് ഓരോ പ്ലാറ്റ്ഫോമാണ്. നായയുടെ സ്വഭാവം കാണിക്കുന്ന മനുഷ്യൻ, അവനെ നമ്മൾ വീട്ടിൽ കയറ്റിയിരുത്തുന്നു. നായയുടെ സ്വഭാവം കാണിക്കുന്ന ഒരു മനുഷ്യനെ നമ്മൾ വീട്ടിൽ കയറ്റിയിരുത്തുന്നു. ഒരു പ്രാവശ്യമേ അബദ്ധം പറ്റത്തുള്ളൂ, പിന്നെ ആ വീട്ടിലോട്ട് കയറ്റത്തില്ല. ശരിയല്ലേ? ഞാനിത് പാസ് ചെയ്തിട്ട് പറയാം. എന്ന് പറഞ്ഞതുപോലെ ഓരോരുത്തരുടെ ഗുണങ്ങൾക്കനുസരിച്ചിട്ടാണ് ഓരോ പ്ലാറ്റ്ഫോം കൊടുക്കുന്നത്. നമ്മുടെ പ്രവൃത്തിയും അതാണ്. അതുകൊണ്ടാണ് പറയുന്നത് പ്രവൃത്തിഞ്ച നിവർത്തിഞ്ച ജന ന വിദുരാസുരാഹ ന ശൗചം നാപി ച ആചാരു ന സത്യം തേഷു വിദ്യതേ. എന്താണ് ചെയ്യേണ്ടതെന്നോ ചെയ്യരുതാത്തതെന്നോ അസുര സ്വഭാവികൾക്ക് അറിഞ്ഞുകൂടാ. ഇപ്പം ദേവന്മാരാണ്, നളകുബേരന്മാര് ഗന്ധർവന്മാരാണ്. പക്ഷേ കഴിക്കുന്ന ആഹാരം കൊണ്ട് അവർ അസുരന്മാരായി മാറും. അപ്പൊ അവിടെ വീണ്ടും സറണ്ടറിങ് വന്നു. നോക്കണം, സറണ്ടറിങ് വന്നതിന് ശേഷം മാത്രമേ അവന് മോക്ഷം കിട്ടിയുള്ളൂ. അപ്പൊ അവിടെയാണ് പറയുന്നത്, വീണ്ടും പറയുന്നുണ്ട് അതേ കാര്യങ്ങൾ 16-ാമത്തെ അധ്യായത്തിൽ പറയുന്നു. 17-ാമത്തെ ശ്ലോകം പറയുന്നു. 16-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ ശ്ലോകം വീണ്ടും പറയുന്നു. ആത്മസംഭാവിതാസ്തബ്ധ ധനം മാനം മധാന്വിതാഹ യജന്തേ നാമയജ്ഞൈസ്തേ ദംഭേന അവിധിപൂർവകം. നിഷേധികളും സ്വയം സംതൃപ്തരുമായി സമ്പത്ത്, ദുരഭിമാനം ഇവയാൽ വ്യാമോഹിതരായി അഹങ്കാരത്തോടെ അവർ ചിലപ്പോൾ വൈദിക വിധികൾ അനുസരിക്കാതെ തന്നെ പേരിന് ചില യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ട്. സ്പഷ്ടമാണ്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് പല ആചാരങ്ങളും കാണിക്കും. ഒരു 100 പേരെ വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് വരും, ചിലപ്പോൾ 1000 പേരെ വിളിച്ചുകൊണ്ട് വരും, എല്ലാവർക്കും സദ്യ കൊടുക്കും. ഇതൊരു ഡംബാണ്, ഡംബ് കാണിക്കാൻ. അപ്പൊ നമ്മൾ ഇവിടെ എഴുതും, പത്രമാധ്യമങ്ങൾ എഴുതും, ഭയങ്കര ഭക്തിയാണ്, വീട്ടിൽ ഭയങ്കര പൂജയാണ്, അദ്ദേഹത്തിന്റെ പേര് കണ്ടില്ലേ. സ്പഷ്ടമായിട്ട് ഞാൻ പറയാം, ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഇന്ന് ആ കുട്ടിയുടെ അദ്ദേഹത്തിന്റെ മകൻ ജയിലിലാണ്. ഭയങ്കര ഡംബാണ്. ഗണേശ പൂജയൊക്കെ വളരെ വലുതായിട്ടാണ് കാണിക്കുന്നത്. ഇത് പണത്തിന്റെ അഹങ്കാരം മാത്രമാണ് കാണിക്കുന്നത്. അവരുടെ പുറകെ കുറെ പെൺകുട്ടികൾ ഫാൻസ് ആയിട്ടുണ്ട്. ഏറ്റവും വലിയ സൗന്ദര്യമുണ്ട്. ഞാൻ നോക്കിയിട്ട് അസൂയ കൊണ്ട് പറയുന്നതല്ല, ഞാനൊരു സൗന്ദര്യം ഉള്ളവനായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. എന്താണ് അത്രയും സൗന്ദര്യം ഉണ്ടെന്നുള്ളത് എനിക്കറിയത്തില്ല. എന്റെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം. ആ കുട്ടി പിഴച്ചുപോയി. അത് കുട്ടിയുടെ കുറ്റമാണോ അച്ഛന്റെ കുറ്റമാണോ? കുട്ടിയുടെ അച്ഛന്റെ കുറ്റം. ആരുടെ കുറ്റമാണ്? സുമാജി. അച്ഛൻ്റെ മുഴുവൻ പറയാൻ പറ്റില്ല.
അച്ഛന്റെ മാത്രം തന്നെയാണ്, പേരൻസിന്റെ കുറ്റമാണ്. കാര്യം പേരൻസിനെ നോക്കിയാണ് ആ കുട്ടികൾ വളർന്നത്. രണ്ടാമത് ഞാൻ അങ്ങോട്ട് വരാം, ഞാൻ വരാം. ഒരു സ്പിരിച്വൽ കോൺഷ്യസ് ഇല്ലാതാണ് ആ കുട്ടി വളർന്നത്. അത് മുഴുവൻ പേരൻസിനെ കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ പറയാം, ഒരു മിനിറ്റ്, ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ സുമാജി പറയണതിനോട് യോജിക്കുന്നു. ഞാൻ അങ്ങോട്ട് വരാം. നല്ലത്, ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ നിഷേധിക്കുന്നില്ല, ഇതൊരു എടുത്തിട്ടൊരു പോയിന്റ് ആണ്. ഞാൻ അങ്ങോട്ട് വരാം. യാതൊരു ദൈവിക ചിന്ത ഇല്ലാതാണ് ആ മാതാപിതാക്കൾ നടന്നത്. സ്പിരിച്വൽ കോൺഷ്യസ് ലെവലേശമില്ലായിരുന്നു. അപ്പം അച്ഛനെയും അമ്മയും ഹീറോയാക്കിയാണ് കുട്ടികളും വളരുന്നത്. എന്റെ അച്ഛൻ അമ്മ അങ്ങനെ ചെയ്യുന്നു, ഞാൻ വരാം സുമാജി, ഞാൻ അങ്ങോട്ട് വരാം. എന്റെ അച്ഛൻ അങ്ങനെ ചെയ്യുന്നു, എന്റെ അമ്മ അങ്ങനെ ചെയ്യുന്നു, അതുകൊണ്ട് എനിക്കിങ്ങനെ ചെയ്യാം, അതാണ് എന്റെ ഹീറോ എന്ന് പറയുന്ന ഒരു കോൺഷ്യസ് സബ് കോൺഷ്യസ് മൈൻഡിൽ കണ്ടു വളരുകയാണ്. അച്ഛൻ ചെയ്യുന്നു, പിന്നെ എനിക്കെന്താ ചെയ്താല്? ഇത് ഞാൻ പറഞ്ഞത് ഒരു നോർമൽ ഫാമിലി ലൈഫിലുള്ള കാര്യമാണ് പറയുന്നത്. യാതൊരു സ്പിരിച്വൽ കോൺഷ്യസും ഇല്ലാതെ വരുന്ന ഒരു അച്ഛന്റെയും അമ്മയുടെയും മക്കൾ. ഞാൻ ഒരു ജനറലായിട്ട് ചെറിയ കാര്യം പറഞ്ഞതാണ്. തെറ്റുകൾ ആവർത്തിക്കപ്പെടും, തെറ്റുകൾ എല്ലാവരും ചെയ്യും. പക്ഷെ ആ തെറ്റുകളെ ആവർത്തിക്കാതിരിക്കാനുള്ള നോക്കേണ്ടത് മാതാപിതാക്കളാണ്. ഇവിടെ കോൺഷ്യസ്നെസ് ആണ് പ്രധാനം. ആ കോൺഷ്യസ്നെസ്സിൽ, സ്പിരിച്വൽ കോൺഷ്യസ്നെസ്സിൽ കുട്ടികളെ വളർത്തേണ്ട ആവശ്യം, അത് മാത്രമേ ഞാൻ പറയുന്നു. ബാക്കിയുള്ളതെല്ലാം സുമാജിക്കും സ്മിതമാതാജിക്കും പറയാം. സ്പിരിച്വൽ കോൺഷ്യസ്നെസ്സിൽ വളർത്തേണ്ട ആവശ്യം കുട്ടികൾക്കാണ്, മാതാപിതാക്കൾക്കാണ്. അതേസമയം ആ മാതാപിതാക്കൾക്ക് സ്പിരിച്വൽ കോൺഷ്യസ് ആവശ്യമാണ്. കുട്ടികൾ എങ്ങനെ പോട്ടെ, പക്ഷെ മാതാപിതാക്കൾക്ക് സ്പിരിച്വൽ കോൺഷ്യസ് ആവശ്യമാണ്. അപ്പൊ മാതാപിതാക്കൾക്ക് ആവശ്യമാണ്, കുട്ടികൾക്ക് മാത്രം പോരാ എന്ന് പറഞ്ഞതിന് ശേഷം ഒരു ഫാമിലി ക്ലാസ്സിൽ വന്നിട്ടില്ല PCSലെ. അതിനുശേഷം ഡിസപ്പിയർ ആയി. എനിക്കറിയാം ആരാ, പേര് പറയുന്നില്ല. അവരവിടെ ഡിബേറ്റ് ചെയ്തു ആ സമയത്ത്, പിന്നെ കാണുന്നില്ല. മാതാപിതാക്കൾക്ക് സ്പിരിച്വൽ കോൺഷ്യസ് വേണം. അപ്പൊ ഞാൻ അതിന്റെ നമ്പർ കുറയുമെന്ന് വിചാരിച്ചിട്ട് സത്യാവസ്ഥ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം അത് കഴിഞ്ഞ് 2-3 പ്രാവശ്യം എന്നെ വിളിക്കുക, സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. പോട്ടെ, അവിടെ നിൽക്കട്ടെ. എണ്ണത്തിൽ കാര്യമില്ല. ഉള്ളവര് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകണം. അത് 1 ആണെങ്കിലും 2 ആണെങ്കിലും. ഹരേ കൃഷ്ണ. ഇനി പറയാം, സുമാജി സ്മിതമാതാജി പറയാം, ആരാണ് ആദ്യം പറയുന്നത്? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. അതല്ല, മാതാപിതാക്കൾക്ക് ഈശ്വരീയമായ ചിന്തയും പ്രവൃത്തികളും വേണമില്ല എന്നല്ല പറയണത്. പക്ഷെ നമ്മൾക്ക് മുഴുവൻ ആ ലൈനിലെ കുട്ടികളെ, ചെറിയ കുട്ടികളാകുമ്പോ അവരനുസരിക്കാം. അപ്പൊ എനിക്ക് ചന്തു സാക്ഷിയാണ്. അടയ്ക്കാണെങ്കിൽ മടിയിൽ വെക്കാമല്ലേ, മടിയിൽ വെക്കാൻ പറ്റത്തില്ലല്ലോ അല്ലേ? അങ്ങനല്ലേ? അപ്പോഴും നമ്മളെന്താ വെച്ചാൽ സ്റ്റിൽ ഏതെങ്കിലും സമയത്ത് അവർ മനസ്സിലാക്കുന്ന വെച്ചിട്ട് നമ്മൾ അതേ വഴി പിന്തുടരാണ്, അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അവരുടെ സമയം വരുമ്പോ അവര് ചെയ്യും എന്നുള്ള വിശ്വാസത്തിൽ. അതുകൊണ്ട് പറയണത്. പറയൂ സ്മിതമാതാജി. ഹരേ കൃഷ്ണ. നല്ല എന്താ പറയാ, ഭക്തിയുള്ള പണ്ടത്തെ കുടുംബങ്ങളിൽ എത്ര പേര് ഇപ്പൊ ഭക്തി ഇല്ലാണ്ട് നടക്കണവരുണ്ട്. അപ്പൊ അച്ഛനും അമ്മയും കൊടുക്കണം എന്നുള്ളത് ഒരു വാസ്തവം, അതൊരു പോയിന്റ് ആണ്. ഇപ്പൊ പ്രഭു നേരത്തെ പറഞ്ഞ പോലെ കർമ്മത്തിന്റെ ഒരു ബാക്കി കൂടെ ബാലൻസ് ഉണ്ട് പ്രഭു അതില്. അവരുടെ കർമ്മം എങ്ങനെയുണ്ടോ ഇപ്പൊ നമുക്ക് ഗൈഡ് ചെയ്യാം അവരെ, നമ്മൾക്ക് അറ്റ്മോസ്ഫിയർ സ്പിരിച്വൽ ആക്കിയിട്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ അവരുടെ കർമ്മത്തിന്റെ ഫലം അനുസരിച്ച് അവർക്ക് ഈ ലൈനിലല്ല തുടരാനുള്ള ഭാഗ്യം ഇല്ല എന്നുണ്ടെങ്കില് തീർച്ചയായും അവര് വേറെ വഴിക്ക് പോകും പ്രഭു. പിന്നെ പറഞ്ഞിരിക്കണ എന്താ, ഇപ്പൊ നേരത്തെ പ്രഭു പറഞ്ഞ പോലെ 240 സ്വൽപ്പം അഭ്യസ്യ ധർമ്മസ്യ പ്രായത്തെ മഹതോപര. അതായത്
കുറച്ചെങ്കിലും ഡിവോഷണലിൽ നമ്മൾ അവരുടെ ചെറുപ്രായത്തിലായാലും എന്തെങ്കിലും നമ്മൾ ഗൈഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് ഒരു കാലത്ത് എന്തെങ്കിലും തിരിച്ചു വരും എന്നുള്ളത് ശരിയാണ്. പക്ഷെ അത് അവരുടെ കർമ്മത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കൂടെ ഇരിക്കും. തീർച്ചയായിട്ടും ഞാൻ ഇത് രണ്ടിനെ ഞാൻ ഒബ്ജക്റ്റ് ചെയ്യുന്നില്ല, ഇത് സത്യമാണ്. ശില്പമാതാജി പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ. ഞാനെന്ത് പറയാനാ പ്രഭു. I agree to everybody's points because നമുക്കറിയാം നമ്മുടെ എന്താണ് സീരിയലിൽ പോയ കുട്ടികള്, അതിലൊരു കുട്ടിയെ എനിക്ക് കുട്ടിയുടെ ആന്റീനെ എനിക്കറിയാം, പ്രമിള ചേച്ചിയുടെ സിസ്റ്ററിന്റെ മകൾ എന്തോ ആണ് ആ കുട്ടി, നിമിഷ ഫാത്തിമ പോയത്. അപ്പൊ അവര് ഒരു ഭക്തിയുള്ള ഒരു കുടുംബത്തിലാണ് ആ കുട്ടി ജനിച്ചതൊക്കെ. ആ കുട്ടി ആറ്റുകാൽ അമ്മയുടെ ഭയങ്കര ഭക്തിയായിരുന്നു എന്നാണ് കേട്ടിരിക്കുന്നത്. എനിക്കറിയില്ല എന്നാണ് കേട്ടിരിക്കുന്നത്. പക്ഷെ അപ്പൊ ആ പ്രമിള ചേച്ചിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ആ കുട്ടി എന്നും അമ്പലത്തിൽ പോവാറുണ്ടായിരുന്നു, പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, നമ്മുടെ കേരളത്തില് മെയിൻ ആയിട്ട് പ്രോബ്ലം സത്സംഗങ്ങളില്ല. അമ്പലത്തിൽ പോവും, പ്രാർത്ഥിക്കും, വരും, പക്ഷെ സ്പിരിച്വൽ എഡ്യൂക്കേഷൻ വളരെ കുറവാണ്. സോ പ്രോബബ്ലി അതും ഉണ്ട് ഒരു റീസൺ പ്രോബബ്ലി. പിന്നെ ഓഫ് കോഴ്സ് സ്മിത മാതാജിയും സുമ മാതാജിയും പറഞ്ഞ പോലെ ഇറ്റ്സ് പ്രോബബ്ലി ഒരു കർമ്മ ഫലം കൂടെ ഉണ്ടാവും. അതൊക്കെ തീർത്ത് വരണല്ലോ നമ്മള്. സോ അതിൽ എത്രമാത്രം സിൻസിയറിറ്റി ഉണ്ട് അതും ഉണ്ടാവും. പിന്നെ ഭക്തി മാത്രമേ ഉള്ളൂ ഒരു മാർഗം എല്ലാത്തിനും. ഭക്തി നമ്മുടെ ഉള്ളില് ഇപ്പം പ്രഭു പറഞ്ഞ പോലെ ദമ്പു ദർപ്പു ഈ ഒരു ക്വാളിറ്റീസ് ഒക്കെ മാറ്റി കൊണ്ടുവരണമെങ്കിൽ ഭക്തി തന്നെ ശരണം. സോ ഭഗവാനെ കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലോട്ട് വരണം. ഹംബിൾനെസ് വരുന്നത് ഭക്തിയോടെയാണ്. സോ യാ, പറയുന്നത് ശരിയാണ്. അപ്പൊ അതിനകത്ത് നോക്കണം, ആ കുട്ടി പറഞ്ഞത് ആ കുട്ടി ഭക്തി ഉണ്ടായിരുന്നു, ആറ്റുകാൽ അമ്മയുടെ അടുത്ത് പോകുമായിരുന്നു. ഭക്തി കൊണ്ടാണോ ആറ്റുകാൽ അമ്മ എടുത്തു പോയെന്നുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മാർക്ക്. ഇവിടെ പറയുന്നുണ്ട് 16-ാമത്തെ അധ്യായം തന്നെ 23-ാമത്തെ ശ്ലോകം വീണ്ടും പറയുന്നു, യാ ശാസ്ത്രം വിധിമുസ്രജ്യ വർത്തതി കാമകാരതഃ ന സ സിദ്ധിം അവാപ്നോതി ന സുഖം ന പരാം ഗതി. യശാസ്ത്ര വിധിമുസ്രജ്യ വർത്തതി കാമകാരതഃ ന സ സിദ്ധിം അവാപ്നോതി നസുഖം ന പരാം ഗതി. ശാസ്ത്രവിഹിതങ്ങളായ വചനങ്ങളെ കണക്കിലെടുക്കാതെ തന്നിഷ്ടം പോലെ പ്രവർത്തിക്കുന്നവർക്ക് പരിപൂർണതയോ പരമലക്ഷ്യപ്രാപ്തിയോ സുഖം പോലുമോ നേടാനാവില്ല. ക്ഷേത്രത്തിൽ എന്തിനാ പോയത്? തന്നിഷ്ടത്തിനായിരിക്കും പോയത്, സ്വാർത്ഥ താല്പര്യത്തിനായിരിക്കും പോയത്. അവിടെ ശാസ്ത്രം കൃത്യമായി പഠിച്ചുകൊണ്ടുള്ള സ്പിരിച്വൽ കോൺഷ്യസ് ഉണ്ടാവണം. ഇല്ലെങ്കിൽ ഈ കുട്ടികൾ വഴിപിഴച്ചു. ഈ പറയുന്നത് പോലെ അവരെ യൂത്തായി യൗവനമായിട്ട് വരുമ്പോഴത്തേന് ടിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ ഏറെയാണ്. അത് ഇപ്പം പെൺകുട്ടികളിൽ മാത്രമല്ല ആൺകുട്ടികളിലും വന്നിരിക്കുകയാണ്. ഭയാനകമായ കാഴ്ചയാണ് വരുന്നത്. അപ്പൊ അവിടെ നമുക്കും ഭക്തിപരമായ അർത്ഥങ്ങൾ നമുക്കും അറിഞ്ഞിരിക്കണം. അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള അർത്ഥങ്ങൾ അറിഞ്ഞിരിക്കണം, എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. അല്ലാതെ ഞാൻ എൻ്റെ കുട്ടികളെ ഭഗവത്ഗീത ക്ലാസ്സിന് പറഞ്ഞു വിടുന്നുണ്ട്, ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ജീവിക്കാം, ഞങ്ങൾ പ്രായമൊക്കെ ആയില്ലേ ഇന്ന് വരുമ്പം ആണ് വ്യത്യാസം വരുന്നത്. ഈ ഒരു വ്യത്യാസത്തിന് ഈ സ്പിരിച്വൽ എഡ്യൂക്കേഷന് വയസ്സൊരു പരിധിയല്ല. അച്ഛനും അമ്മയും എല്ലാവരും ഒരുമിച്ചിരുന്ന് പഠിക്കുക. അവർക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് പഠിച്ചിട്ട് ആ ഒരുമിച്ചിരുന്ന് പഠിക്കുന്നതിനും ഒരു സുഖം കിട്ടും. കുട്ടികൾക്കും ഒരു ഇൻട്രസ്റ്റ് ആണ്. നമ്മൾ കണ്ടുകൊണ്ട് വരുന്നതല്ലേ, നമ്മൾ കണ്ടറിഞ്ഞു വരുന്നതാണ്. കുട്ടികൾ ഒരുമിച്ചിരിക്കുന്നു, അച്ഛനമ്മമാർ ഒരുമിച്ചിരിക്കുന്നു, ആ മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും നമ്മുടെ സത്സംഗങ്ങളിൽ ഒരുമിച്ചിരിക്കുന്നു, ഒരുമിച്ചിരുന്ന് ശ്ലോകം വായിക്കുന്നു, പഠിക്കുന്നു. ഇപ്പം വിസ്മയ ചെയ്യുന്നത് പോലെ വിസ്മയ എന്ന് വിപിൻ പ്രഭുവിന് അച്ഛനെ പഠിപ്പിക്കുന്നു, അത് അങ്ങനല്ലെന്ന് പറയുന്നു. അപ്പം അച്ഛനൊന്നും അറിയത്തില്ല, അച്ഛൻ്റെ അടുത്ത് ഇന്ന് പറയും, വിസ്മയ എന്ന് പറയും, അച്ഛൻ അങ്ങനല്ല, ഇത് ഇങ്ങനെയാണ്, ഡാഡി അങ്ങനല്ലെന്ന് പറയും. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. അടുത്ത ആഴ്ച വിപിൻ പ്രഭുവിന് എന്തെങ്കിലും സബ്ജക്ട് സംസാരിക്കാനുണ്ടെങ്കിൽ 3 ദിവസത്തെ ക്ലാസ്സാ മോള് അച്ഛന് പറഞ്ഞു കൊടുക്കും. ഞാനാണ് പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് പറയും. രഹസ്യ സ്വഭാവ രഹസ്യങ്ങളാ എല്ലാം പുറത്താക്കി അല്ലേ വിപിൻ പ്രഭു? അതെ, സത്യാണത്. അവിടെ കേട്ടോണ്ടിരിക്കുക. അപ്പം പക്ഷേ സന്തോഷം, അത്രയും ഇമ്പ്രൂവ്മെന്റ് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടായി എന്നുള്ളത്.
ഈ ഒരു മൈൻഡ് ഉണ്ടാവുന്നത് അച്ഛനും അമ്മയും കൂടി ഇരിക്കുന്നത് കൊണ്ടാണ്. അച്ഛനും അമ്മയും വേറെ ജോലി നോക്കിയിട്ട് കുട്ടികൾ മാത്രമേ ഇരിക്കുമ്പോൾ അവർക്ക് ഒരു ഇൻട്രസ്റ്റ് വരും. അതേസമയം നമ്മളെക്കാൾ കൂടുതൽ അവർ പഠിച്ചു വരും. ഇപ്പം ശാസ്ത്രം എന്താണെന്ന് നമുക്കറിയണം. ഗണപതി പൂജയൊക്കെ എല്ലാ വർഷവും ഭയങ്കര, ഗണേശ പൂജയൊക്കെ വലിയതാണ് കാണിക്കുന്നത്, ഭയങ്കര ഗംഭീരമായ ആഘോഷങ്ങളാണ് കാണിക്കുന്നത് ഈ ഷാരൂഖ് ഖാൻ എന്ന് പറഞ്ഞ ആള്. ഞാന് പറയുകയാണ്, അതേസമയം ചെയ്യുന്ന പ്രവൃത്തികൾ എന്താണ്? അഹങ്കാരം, ബലം, ദർപ്പം. എനിക്കെന്തുമാകാം, എനിക്ക് സമ്പത്തുണ്ട്, എനിക്ക് സൗന്ദര്യമുണ്ട്. ഇത് കറന്റ് എക്സാമ്പിൾ ഞാൻ എടുത്തു പറയുന്നതാണ്. എന്തുമാകാം, അതവിടെ നിൽക്കട്ടെ. പ്രഭു പറഞ്ഞ പോലെ കുബേരന്റെ മക്കളാണല്ലോ, ഇത്രയും വെൽത്ത് ഒക്കെ ഉള്ള ഒരു ആളുടെ മക്കളാണ് നല്ല കുബേരയും മണിഗ്രീവനും. അതേപോലെയാണ് നമ്മുടെ ഷാറുഖ് ഖാന്റെ സ്ഥിതി. ഇപ്പം എല്ലാം ഉണ്ടായിരുന്നു, എത്രയോ കാർസും വലിയ വീടും പണവും പ്രശസ്തിയും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ മകൻ ജയിലിലാണ് കിടക്കുന്നത്. എത്ര തവണ ബെയിലിന് കൊടുത്തിട്ടും കിട്ടിയിട്ടില്ല. അതേപോലെ കോടിയേരി ബാലകൃഷ്ണൻ സാറിന്റെ മക്കൾ, അതും ഒരു നല്ല കുബേര ആൻഡ് മണിഗ്രീവയാണ്. ഇന്നലെ പറഞ്ഞത്, നമ്മളെല്ലാവരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നളകുബേരന്മാരാണ്. നമുക്ക് പാവങ്ങളുണ്ട്. നളകുബേരൻ അന്നൊരു ചെറിയൊരു പാപമാ ചെയ്തേ, അത് അത്രേ ഉള്ളു, നിസ്സാരമായ കാര്യം. അതിനേക്കാൾ വളരെയേറെ പാവങ്ങളാണ് നമ്മൾ ചെയ്തു കൂട്ടിയിരിക്കുന്നത്. കർമ്മങ്ങളിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. മനസ വാച കർമ്മണം. കർമ്മബന്ധങ്ങൾ പെടുന്നത് ഈ 3 കാര്യത്തിലാണ്: മനസ വാച കർമ്മണം. ദൃഢം, അദൃഢം, ദൃഢാദൃഢം. നമ്മൾ നേരത്തെ കർമ്മബന്ധങ്ങളെ 3 കാര്യം പറഞ്ഞില്ലേ? ആഗാമി, പിന്നെന്താണ്? ഞാൻ മറന്നുപോയി. പ്രാരാബ്ദം. രാജീവ് പ്രഭു എന്തായിരുന്നു ഇതൊക്കെ പറഞ്ഞത്? കർമ്മബന്ധങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നല്ലേ? കേൾക്കുന്നുണ്ടോ? ആഗാമി, പിന്നെന്തായിരുന്നു? ആഗാമി, സംചിത, പ്രാരാബ്ദം. ആഗാമി, സംചിത, പ്രാരാബ്ദം. ഈ സംചിത കർമ്മങ്ങളിൽ നിന്നാണ് ആഗാമിയും പ്രാരാബ്ദവും ഉണ്ടാവുന്നത്. അതായത് സ്മിതമാജി നേരത്തെ പറഞ്ഞതുപോലെ, നമ്മൾ എത്ര ആക്കി കഴിഞ്ഞാലും ഒരു കർമ്മത്തിന്റെ ബാക്കിയായിട്ടല്ലേ നമ്മൾ വരുന്നത്. അപ്പം അതുപോലൊക്കെ ആയി വരും. ശരിയാണ് പറഞ്ഞത്. അതാണ് സംചിത കർമ്മം എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴങ്ങ് നിൽക്കത്തില്ല. ആ സംചിത കർമ്മങ്ങൾ എന്ന് പറയുന്നത്, ആ സംചിത കർമ്മത്തിൽ നിന്നാണ് നമുക്ക് ഓരോ പ്രവൃത്തി ചെയ്യാൻ തോന്നുന്നത്. സത്യമാണ്. അപ്പോഴാണ് വേറൊരു ക്വസ്റ്റ്യൻ മായാവാദികളോ അല്ലെങ്കിൽ നിരീശ്വരവാദികളോ ചോദിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ചെറിയ കുട്ടികളും ചോദിക്കാറുണ്ട്. നിങ്ങൾ പറയുന്നു നിങ്ങളുടെ തലയിലെഴുത്ത് പോലെ വന്നതാണ്, അപ്പൊ തലയിലെഴുത്ത് പോലല്ലേ എല്ലാ കാര്യങ്ങളും നടക്കത്തുള്ളൂ, പിന്നെ ക്ഷേത്രത്തിൽ പോയിട്ട് എന്താ കാര്യം? നിങ്ങൾ ജാതകം എഴുതി വെച്ചിട്ടില്ലേ? ഈ ജാതകം പോലെ നടക്കുമെന്ന് പറയുന്നില്ലേ? പിന്നെ ക്ഷേത്രത്തിൽ പോയിട്ട് എന്താ കാര്യം ചോദിക്കുന്നതാണ്. ഈ ക്ഷേത്രത്തിൽ പോയിട്ട് എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റു ആരാധനാലയങ്ങളിൽ പോയിട്ട് എന്താ കാര്യം? ഇങ്ങനെയൊക്കെയല്ലേ നടക്കുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ നടക്കാം, എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. നളകുബേരന്മാർക്ക് മോക്ഷം കിട്ടിയത് എങ്ങനെയാ? അഹല്യക്ക് മോക്ഷം കിട്ടിയത് എങ്ങനെയാ? പിന്നെ ശബരിക്ക് മോക്ഷം കിട്ടിയത് എങ്ങനെയാ? ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരുന്നു, ഭഗവാന്റെ സ്പർശനത്തിനായിട്ട് വെയിറ്റ് ചെയ്തു. അപ്പം സംചിത കർമ്മം ഇവിടെ ഉള്ളപ്പം ഈ സംചിത കർമ്മത്തെ എങ്ങനെ പ്രയോഗിക്കണം എന്ന് തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം യേന മാമുപയാന്തിതേ. ഇവിടെയാണ് വ്യത്യാസം വരുന്നത്. എപ്പോഴും ഭഗവാനെ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ അതാണ് പ്രാർത്ഥനയുടെ ഉദ്ദേശം. നിന്റെ കയ്യിൽ സംചിത കർമ്മങ്ങളുണ്ട്. ഈ കർമ്മങ്ങൾക്കനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചില ദുഃഖങ്ങളും പ്രയാസങ്ങളും അല്ലെങ്കിൽ ഗുണങ്ങളും ഉണ്ടാവും. അതിനുള്ള സൊല്യൂഷൻ എന്താണ്? നോക്കൂ, എന്തൊക്കെ പ്രശ്നം ഉണ്ടായിക്കോട്ടെ സൂര്യൻ ഉദിക്കുന്നുണ്ട്, ശരിയല്ലേ? എന്ത് പ്രളയം വന്നോട്ടെ, എന്ത് വേനൽ വന്നോട്ടെ, അല്ലേ?
സൂര്യൻ അതിന്റെ സമയത്ത് ഉദിക്കുന്നുണ്ട്, ചന്ദ്രൻ അതിന്റെ സമയത്ത് ഉദിക്കുന്നുണ്ട്. പൗർണമിയും അമാവാസിയും ഇന്ന് ഇപ്പം 2-3 ദിവസം കൊണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് പ്രളയമാണ്, അതുകൊണ്ട് ചന്ദ്രൻ പറയുകയാണ് ഞാൻ പ്രകാശിക്കുന്നില്ല എന്ന്. ചന്ദ്രൻ പറയുന്നുണ്ടോ? പറയുന്നില്ല. സൂര്യൻ ഉദിക്കാതിരിക്കുന്നുണ്ടോ? ഉദിക്കാതിരിക്കുന്നില്ല. ഇത് രണ്ടും അങ്ങനെ നടക്കുന്നു. എന്തുകൊണ്ട്? ഒരു ശാസ്ത്രത്തിനും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇന്ന് ഇതിനെക്കുറിച്ചൊക്കെയാണ് ചിന്തിക്കേണ്ടത്. എന്തുകൊണ്ടാണ് സൂര്യൻ അങ്ങനെ വരുന്നത്, ചന്ദ്രപ്രകാശം എങ്ങനെ വരുന്നു? ചില പ്രഭുവാദർ വളരെ വ്യക്തമായിട്ട് ഈ റിപ്പോർട്ടേഴ്സിനോട് ചോദിക്കുമോ അല്ലെങ്കിൽ സയന്റിസ്റ്റിനോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കും, നിങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കൂ എന്നാ പറഞ്ഞത്. പ്രഭുവാദർ കൃത്യമായിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അല്ലാതെ ഊള ചോദ്യങ്ങളായിട്ട് വരരുത് എന്നാ പ്രഭുവാദർ പറയുന്നത്. അത് സത്യം. ഡോണ്ട് ആസ്ക് മീ ഫൂളിഷ് ക്വസ്റ്റ്യൻസ് എന്നാ പ്രഭുവാദർ പറഞ്ഞു. വാണിംഗ്. അപ്പൊ അങ്ങനെ അവിടെ വരുമ്പം നമ്മുടെ കോൺഷ്യസിനെ മാറ്റണം. എന്തിനാ ജാതകം വന്നിരിക്കുന്നത്? നമുക്കൊരു മുന്നറിയിപ്പാണ്, നമുക്കൊരു വാണിംഗ് ആണ്. നമ്മുടെ ദശാസന്ധികൾ അറിയുമ്പോൾ നമുക്കൊരു വാണിംഗ് ആണ്. ഈ ദശാസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അവിടെയാണ് സഞ്ചിത കർമ്മത്തിൽ നിന്ന് എടുക്കുന്നത്. നേരത്തെ പറഞ്ഞു, അമ്പിന്റെ കാര്യം പറഞ്ഞു അല്ലേ? ഒരു വേടന്റെ ബാക്ക് സൈഡിൽ തോളിലുള്ള സഞ്ചിയാണ്. ആ സഞ്ചിയിലാണ് അമ്പുകൾ കിടക്കുന്നത്. ഈ അമ്പിനെ നമ്മൾ എടുക്കുമ്പോൾ ആഗാമി എന്ന് പറയും. എങ്ങനെ ചെയ്യണം, ആരോട് ഉപയോഗിക്കണം, എങ്ങനെ? അർജുനന് പശുപതാസ്ത്രം കിട്ടിയിട്ടില്ലേ? അല്ലെ, പശുപതാസ്ത്രമല്ലേ അർജുനന് കിട്ടിയത്? സ്മിത മാതാജി സുശീംപ്രഭുല്ല, അറിയുന്നില്ല, അതുകൊണ്ട് ഓർമ്മയില്ല. സിമി മാതാജി, അർജുനന് കിട്ടിയ അസ്ത്രത്തിന്റെ പേരെന്താണ്? പശുപതാസ്ത്രമല്ലേ? അതെ പ്രഭു. പശുപതാസ്ത്രം. പശുപതാസ്ത്രം അർജുനൻ ഉപയോഗിച്ചോ? 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 ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇല്ല, വീട്ടിലില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഞങ്ങൾ ഇതിനെ കാര്യമായ ചർച്ചയിലാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വരൂ. ഇപ്പം അർജുനൻ പാശുപതാസ്ത്രം പെട്ടെന്ന് എടുത്ത് ഉപയോഗിച്ചിട്ടില്ല. അതേസമയം അർജുനന്റെ സഞ്ചിയില് പശുപതാസ്ത്രമുണ്ട്. ശരിയല്ലേ പറഞ്ഞത്? എന്തുകൊണ്ടാ ഉപയോഗിക്കാഞ്ഞത്? എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല? വേണ്ട രീതിയിൽ വേണ്ടപ്പോൾ ഗുരുവിന്റെ അല്ലെങ്കിൽ ഭഗവാന്റെ ഉപദേശപ്രകാരം അത് ഉപയോഗിക്കാം എന്ന് ധാരണ ചെയ്തു. അങ്ങനെ ഒരു ധാരണ വന്നത് എന്തുകൊണ്ടാണ്? 14 വർഷം വനത്തിൽ കിടന്നപ്പോഴും അർജുനന്റെ ചിന്ത ഭഗവാനിൽ മാത്രമായിരുന്നു. അർജുനന്റെ ഓരോ രോമകൂപങ്ങളും നാരദ മഹർഷിക്ക് വെളിപ്പെട്ടു. നാരദ മഹർഷി അവിടെ സാക്ഷ്യപ്പെടുത്തി. അർജുനന്റെ ഓരോ രോമകൂപങ്ങളും ശ്രീകൃഷ്ണ ശരണം മമ, ശ്രീകൃഷ്ണ ശരണം മമ, ശ്രീകൃഷ്ണ ശരണം മമ എന്നായിരുന്നു. ആ ഭഗവാനോടുള്ള ഭക്തി കൊണ്ട് അല്ലെങ്കിൽ ഭഗവത് സ്മരണ കൊണ്ട് എന്ത് ചെയ്യണം, എന്ത് ചെയ്യേണ്ട എന്നുള്ള ബുദ്ധി ഭഗവാന് കിട്ടി. അതാണ് ശാസ്ത്രവിഹിതങ്ങളായ വചനങ്ങളെ കണക്കെടുക്കാതെ തന്നിഷ്ടം പോലെ പ്രവർത്തിക്കുന്നവർക്ക്. ആ തന്നിഷ്ടം പോലെ പ്രവർത്തിച്ചതാണ് രാവണൻ. ഏറ്റവും വലിയ പണ്ഡിതനാണ്, പക്ഷെ തന്നിഷ്ടം പോലാണ് പ്രവർത്തിച്ചത്. ഇല്ലേ? ശരിയല്ലേ? അപ്പം അവർക്ക് പരിപൂർണതയോ പരമലക്ഷ്യപ്രാപ്തിയോ സുഖം പോലുമോ കിട്ടുന്നില്ല. പക്ഷെ അർജുനന് സുഖം കിട്ടി. 14 വർഷം മനത്തിലുണ്ടായിരുന്നപ്പോഴും അർജുനന് സുഖമായിരുന്നു. എത്ര കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടും അദ്ദേഹം സുഖമായിട്ട് ഉറങ്ങി. എന്താ? അർജുനന്റെ തലയണ ആരായിരുന്നു? ഭഗവാന്റെ മടിയായിരുന്നു. അർജുനന്റെ തലയണ ഭഗവാന്റെ മടിയായിരുന്നു. എത്ര പ്രയാസങ്ങൾ ഉണ്ടായിക്കോട്ടെ, പക്ഷേ ഒരുവന് ഭഗവത് സ്മരണയോടെ ഉറങ്ങാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അതിൽ പരം ആനന്ദം വേറൊന്നില്ല.
അതും ഭഗവാന്റെ മടിയിൽ വെച്ചിട്ടാണ് അർജുനൻ ഉറങ്ങിയത്. നോക്കണം ആ ഒരു ഭാഗ്യം. അപ്പം നമ്മുടെ സഞ്ചിത കർമ്മങ്ങൾ ഇരിക്കുന്ന അമ്പ് എടുത്ത് പ്രയോഗിക്കണം എന്നുണ്ടെങ്കിൽ അത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ള അറിവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭഗവത് ചിന്ത വേണം. അവിടെയാണ് ആഗാമി, അവിടെയാണ് കാലദോഷത്തെ എടുത്തു കളയാനുള്ള ശക്തി. അപ്പൊ ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന ഉത്തരം ശരിയാണ്. നിങ്ങൾ കർമ്മഫലങ്ങളായിട്ടാണ് ജനിച്ചത്, പക്ഷേ അതിനകത്ത് ചില ഒരുപാട് അശുദ്ധ ഫലങ്ങൾ അനുഭവിക്കാനുണ്ട്. ഈ ഫലങ്ങളെ കുറയ്ക്കാനുള്ള വഴിയാണ് ഭഗവത് ചിന്ത, ക്ഷേത്രങ്ങളിൽ പോകുക എന്നുള്ളത്. അത് പറഞ്ഞു കൊടുക്കാനുള്ള അറിവ്, ഉദാഹരണ സഹിതം പറഞ്ഞു കൊടുക്കാനുള്ള അറിവ് അച്ഛനമ്മമാർക്കുണ്ടാവണം. അപ്പം ഇനി 2, അപ്പം ഇതിനെ നമുക്ക് പ്രയോഗിക്കാം. അപ്പം കർമ്മ പാണ്ഡക്കെട്ടിനെ നമുക്ക് ന്യായമായ രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദോഷങ്ങൾ ഉണ്ടാവും, പക്ഷെ കർമ്മഫലങ്ങളിൽ നിന്ന് വ്യത്യാസം വരാം. നോക്കണം, ഒന്ന് ആലോചിച്ച് നോക്കണം. എല്ലാവർക്കും അറിയാൻ പറ്റും, കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഒരു പ്രാവ്, അതോ ഒരു കുരുവി, എന്തോ ആയിക്കോട്ടെ, മുട്ടയിട്ട് വിരിഞ്ഞ് ഈ യുദ്ധം മൊത്തവും നടക്കുമ്പോൾ ആ അമ്മ വിഷമിച്ചിരിക്കുകയാണ്. എപ്പോഴാണ് അമ്പ് വരുന്നത്, എപ്പോഴാണ് ആനകളുടെ തുമ്പിക്കൈ വന്നിട്ട് ഈ മരം പിടിച്ച് കുലുക്കി കളയുന്നത്, വേദനയോടെ ഇരിക്കുകയാണ് ആ അമ്മ. എന്റെ കുഞ്ഞുങ്ങളെ എനിക്ക് നഷ്ടപ്പെടുമോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ വിഷമിക്കുന്ന അവസ്ഥയിലാണ് ഒരമ്പ് വന്നിട്ട് ഈ കൂടിനെ തകർത്തുകൊണ്ട് ഈ കുഞ്ഞുങ്ങളും അമ്മയും അതേപോലെ താഴെ. അതേ സമയം തന്നെയാണ് ഒരു വലിയ ആനയുടെ കഴുത്തിൽ നിന്ന് മണി പൊട്ടി വീണ് അതിന്റെ പുറത്തോട്ട് വീണ് അത് അടഞ്ഞുപോയി. 18 ദിവസം യുദ്ധം നടക്കുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ആനയും കുതിരയും മനുഷ്യരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോഴും ഇതിൽ ചവിട്ടിയാണ് പോകുന്നത്. പക്ഷേ ആ 18 ദിവസവും ആ അമ്മയും കുഞ്ഞുങ്ങളും സുരക്ഷിതരായ മണിയുടെ കീഴിലേ. ഇതുപോലെയാണ് ഭഗവത് ചിന്ത. നമ്മൾ ദുരിതത്തിലായിരിക്കും ജനിക്കുന്നത്, ദുരിതത്തിലായിരിക്കും ജീവിക്കുന്നത്, പക്ഷെ ആ ദുരിതങ്ങൾ ഒരുപാട് നമുക്ക് ഏൽക്കില്ല. അതേസമയം ഈ 18 ദിവസവും ആ കുഞ്ഞുങ്ങൾക്ക് ആഹാരമില്ലായിരുന്നു, ശരിയല്ലേ? ഈ 18 ദിവസവും വളരെ വീർപ്പുമുട്ടലോടെയാണ് അവിടെ കഴിഞ്ഞത്, ശരിയല്ലേ? ക്വാറന്റൈനിലായിരുന്നു, ശരിയല്ലേ? അപ്പം വേദനയുണ്ടായി, വിഷമമുണ്ടായി, പക്ഷേ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇതാണ് ഭഗവാനും നമ്മളും തമ്മിലുള്ള കണക്ഷൻ. ചെറിയ ചെറിയ വേദനകൾ ഉണ്ടാവും. നേരത്തെ സ്മിതമാതാജി സുമാജി പറഞ്ഞതുപോലെ കർമ്മങ്ങളുടെ പരിണിത ഫലമായിട്ടാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത്. പക്ഷേ ഭഗവത് ചിന്ത കൊണ്ട് അതിൽ നിന്ന് നമുക്ക് വലിയ വേദനകളില്ലാതെ രക്ഷപ്പെടാൻ പറ്റും. 3ാമത്തെ കാര്യം വരുമ്പോൾ പ്രാരാബ്ധം. ഇതാണ് ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ മാർക്കായിട്ട് വരുന്നത്. ഒരു ചിന്തയും ഇല്ലാതെ, വീണ്ടു വിചാരമില്ലാതെ എടുത്ത് എറിയും, അമ്പെടുത്ത് വിടും. ആ വീണ്ടു വിചാരമില്ലാതെ അമ്പെടുത്ത് വിടുമ്പോ എന്ത് പറ്റി? ആസ്ഥാനത്ത് പോയി കൊള്ളും. അത് വലിയൊരു തെറ്റിലേക്ക് നയിക്കും, വലിയ കർമ്മബന്ധങ്ങളിലേക്ക് നയിക്കും, ശരിയല്ലേ? ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധം അവസാനം ഭാഗങ്ങളില് ശമീക മഹർഷിയുടെ കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. ശമീക മഹർഷിയുടെ മകൻ അറിവില്ലാതെ പരീക്ഷിത് മഹാരാജാവിനെ ശപിക്കുമ്പോൾ, അറിവില്ലാതെ, എന്തുകൊണ്ടാ? ഒരു ബ്രാഹ്മണനോടാണോ ക്ഷത്രിയനായ രാജാവ് ഇങ്ങനെ ചോദിച്ചത്? അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണന്റെ പാത്രത്തിൽ വെള്ളം കുടിക്കാൻ എന്ത് ക്ഷത്രിയ രാജാവിന് എന്ത് യോഗ്യത എന്ന് വിവേചന ശക്തി ഇല്ലാതെ ആ ശൃംഗി മഹർഷി ചിന്തിച്ചു. 18 or 19 വയസ്സേ കുമാരനാണ്, ചിന്തിച്ചു. അങ്ങനെ വീണ്ടു വിചാരമില്ലാതെ ചിന്തിച്ചപ്പോൾ ആ എന്താ പറയുന്നത്, ബ്രാഹ്മണത്വം, അത് ഒരു ലേണ്ട് ബ്രാഹ്മണൻ. അതുകൊണ്ടാണ് ശീലപ്രഭുപാദർ എപ്പോഴും പറയുന്നത് ലേണ്ട് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. അങ്ങനെ ആ ലേണ്ട് ബ്രാഹ്മണൻ അല്ലാത്ത ആ കുമാരൻ ശൃംഗി ശപിച്ചു.
അവസാനം അച്ഛനും പശ്ചാത്തപിച്ചു. ശ്രേഷ്ഠനായ ക്ഷത്രിയനാണ്, ഭഗവത് ഭക്തനാണ്, നിശ്ചയിച്ചത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞു. പക്ഷേ അതിന്റെ പരിണിത ഫലം എന്താണ്? ആ ബ്രാഹ്മണന് അശുദ്ധം വന്നു. ആ ബ്രാഹ്മണന് കർമ്മബന്ധങ്ങളിൽ പെട്ടുപോയി. അതിനുശേഷം ആ ബ്രാഹ്മണ കുലം മുഴുവൻ ക്ഷയിച്ചു. അതുകൊണ്ടാണ് പിന്നീട് വന്ന ബ്രാഹ്മണ കുലത്തിന് ഇന്ന് വന്ന സ്ഥിതി വന്നത്. പ്രഥമസ്കന്ധത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ജ്ഞാനപ്പാനയില് പൂന്താനം നമ്പൂതിരി പറയുന്നത് ബ്രാഹ്മണ്യം കൊണ്ട് കുന്തിച്ചു എന്ന് പറയുന്നു. ഹരേ കൃഷ്ണ. അപ്പൊ അങ്ങനെ ഈ ദാമോദര മാസത്തില് കർമ്മബന്ധങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് 16-ാമത്തെ അധ്യായത്തിൽ പറയുന്ന ശ്ലോകത്തോടുകൂടി നിൽക്കുന്നു. 24-ാമത്തെ ശ്ലോകം. തസ്മാ ശാസ്ത്രം പ്രമാണം തേ കാര്യവസ്ഥിതൗ ജ്ഞാത്വാ ശാസ്ത്രവിധാനോക്തം കർമ്മ കർത്തുമിഹാർഹസി. എന്തു ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്ന് ധർമ്മശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാൾ മനസ്സിലാക്കണം. ഈ നിയമബന്ധനങ്ങൾ പഠിച്ചറിഞ്ഞ ശേഷം മാത്രം പ്രവർത്തിക്കുക. തന്മൂലം ക്രമേണ ഉന്നതി പ്രാപിക്കും. അപ്പം ശാസ്ത്രം പഠിച്ചു കഴിഞ്ഞാൽ മയക്കുമരുന്ന് ഉപയോഗിക്കാമോ, ഉപയോഗിക്കാൻ കൊള്ളാത്തില്ലയോ എന്ന് പഠിക്കാൻ അറിയാൻ പറ്റും. അതല്ലാതെ എല്ലാ വർഷവും ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഗണേശ പൂജ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇപ്പം കണ്ടതുപോലെയാവും. തീർച്ചയായിട്ടും ഞാൻ ഉദ്ദേശിച്ചത് വേറെ ആരുമല്ല, ഷാരൂഖ് ഖാൻ. സത്യം പറയും. അപ്പം ദമ്പ് കാണിച്ചിട്ട് കാര്യമില്ല. 16-ാമത്തെ അധ്യായത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അസൂയാരഹിതമായ ഭക്തിയുത സേവനം വേണം. എനിക്ക് കാശുണ്ടെങ്കിൽ ഞാൻ എന്തും ചെയ്യാം. ഞാൻ 1000 പേരെ വിളിക്കും. ഗണേശന്റെ വലിയൊരു ഇട്ട് ഗണേശനെ തന്നെ അപകീർത്തിപ്പെടുത്തുകയാണ് അത് ചെയ്യുന്നത്. അപകീർത്തിപ്പെടുത്തുകയാണ്, അനാദരവാണ് കാണിക്കുന്നത്. അപ്പൊ ഇവിടെ ദാമോദര മാസത്തിന്റെ 2-ാമത്തെ ദിവസത്തിലേക്ക് പോകുമ്പം എങ്ങനെ നളകുബീരനും മണിഗ്രീവനും ശാപമോക്ഷം കിട്ടി. അപ്പൊ ഈ ദാമോദര മാസത്തിൽ നമുക്കും നമ്മുടെ ഹീറോ ഒരലാണ്. ദാമോദര ഭഗവാനെ ഒരലിൽ തന്നെ പിടിച്ചുകൊണ്ടുവരണം. ആ ഒരലോടെയുള്ള ദാമോദര ഭഗവാനെ നമ്മൾ സ്മരിക്കണം. ആ ഒരലോടെയുള്ള ആ ഒരലിനെ പിടിച്ചുകൊണ്ട് ഭഗവാനെ ഈ ദാമോദര മാസത്തിൽ ഈ ഒരലിനെ തന്നെ പിടിച്ച് എന്റെ വീട്ടിൽ കൊണ്ടുവരണേ, ഒരലുമായിട്ട് എന്റെ വീട്ടിൽ വരണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ സ്വാഗതം ചെയ്തിട്ടുണ്ട് നമ്മുടെ വീട്ടില്. ഭഗവാനെ കൃഷ്ണ, അങ്ങ് വരേണ്ടത് അങ്ങയുടെ ഒരലുമായിട്ട് വരണം. ഈ ഒരലുമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ പാപങ്ങൾ ഇങ്ങനെ ടക് 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 സ്പർശി അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി 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 ഭഗവാൻ കളയും. അതാണ് കാർത്തിക മാസം, അതാണ് കാർത്തിക മാസ പൂജ എന്ന്. ഹരേ കൃഷ്ണ. ഇനി ഒരു പാട്ടാവാം അല്ലേ? ആരായിരുന്നു പാടുന്നത്? ഹരേ കൃഷ്ണ. എന്നുണ്ടോടെ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ, ഹരേ കൃഷ്ണ. സ്നേഹയുണ്ടോ അവിടെ? കമലയുണ്ടോ അവിടെ? ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. ഈ കാർത്തിക മാസത്തിൽ പിന്നെ പ്രത്യേകം ഒന്നും പറയുന്നില്ല. എല്ലാരും എല്ലാം ഒന്ന് റെഡി ആയിട്ട്. എന്തോ? വിസ്മയ പാടും. വെരി ഗുഡ്. ഓക്കെ. ആ, വെരി ഗുഡ്. ശബ്ദം കുറവ്. അച്ഛനെ മാറ്റി നിർത്തൂ. ആ, ഇല്ല, വോളിയം കുറവാണ്. ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം സുന്ദരമായിട്ട്. ഗോപാല 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 കുറച്ചും കൂടെ അടുത്തിരുന്നാട്ട്. ആ, എനിക്ക് തോന്നേ ഇപ്പൊ സെന്ററിലോട്ട് വന്നു കഴിഞ്ഞാൽ നടക്കും. സെന്ററിലല്ല ഇരിക്കുന്നത്. ആ, ഓക്കെ. ആ,
ഹരേ കൃഷ്ണ, താങ്ക് യു. ഇന്ന് സൗണ്ട് വളരെ കുറവായി എന്തോ ഇതിന്. ഓക്കെ, ഹരേ കൃഷ്ണ. കമലയുണ്ടോ അവിടെ? ഹരേ കൃഷ്ണ. ആകർഷ് ഉണ്ടോ? സിമി മാതാജി ആ പാടിക്കോട്ടെ. ഹരേ കൃഷ്ണ. മാതാജി റെഡിയാണ് പാടാൻ. ടച്ചിലോട്ട് വരാം. ഹരേ കൃഷ്ണ, പാടിക്കോളൂ. റെഡിയല്ലേ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ആ, കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. വീഡിയോയിൽ വരൂ. യെസ്. ഭജഹുരേ മനശീനന്ദനന്ദന അഭയ ചരണാര ഭജഹുരേ മനശീനന്ദനന്ദന അഭയ ചരണാര അഭയ ചരണാര വിന്ദരേ ദുലഭ മാനവ ജനന സത്സംഗേ ദുലഭ മാനവ ജനന സത്സംഗേ താരോഹ ഈ ഭവ സിന്ദൂരേ താരോഹ ഈ ഭവ സിന്ദൂരേ സീതാ പരീക്ഷണ ദീന ജാമിനി ജാഗിരേ സീതാ പരീക്ഷണ ദീന ജാമിനി ജാഗിരേ ദീപാലേ സേവിനോ കൃപണ ദുരജന ദീപാലേ സേവിനോ കൃപണ ദുരജന ചപല സുകലഭ ലാഗിരേ ചപല സുകലഭ ലാഗിരേ दान यौवन मुक्त परिजन याचे परती रे दान यौवन मुक्त परिजन याची परती रे कमला तला चला जीवन तला मला कमला तला चला जीवन तला मला बजा हरि पद रे बजा हरि पद रे श्रवण कीर्तन स्मरण वंदन पाद सेवन दासरे श्रवण कीर्तन स्मरण वंदन पाद सेवन दासरे पूजन सत्पूजन आत्मनिवेदन पूजन सत्पूजन आत्मनिवेदन गोविंद दासाभिलाषरे गोविंद दासाभिलाषरे बाजाहुरे मन
ശ്രീനന്ദനന്ദന അഭയ ചരണര വിന്ദരേ ഭജഹുരേ മന ശ്രീനന്ദനന്ദന അഭയ ചരണര വിന്ദരേ ദുർലഭ മാനവ ജനമ സത്സംഗേ ദുർലഭ മാനവ ജനമ സത്സംഗേ താരോഹ ഈ ഭവ സിന്ദുരേ താരോഹ ഈ ഭവ സിന്ദുരേ ഭജഹുരേ മന ശ്രീനന്ദനന്ദന അഭയ ചരണര വിന്ദരേ ഭജഹുരേ മന ശ്രീനന്ദനന്ദന അഭയ ചരണര വിന്ദരേ അഭയ ചരണര വിന്ദരേ അഭയ ചരണര വിന്ദരേ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സ്മിത മാതാജി ഇന്ന് എന്ത് പറയുന്നു? ഹരേ കൃഷ്ണ. കേട്ടില്ലേ? ഹരേ കൃഷ്ണ. താങ്ക് യു. സന്തോഷം വളരെ. സ്മിത മാതാജി ഇന്ന് എന്ത് പറയുന്നു? മ്യൂട്ടാ. പറഞ്ഞു. ഇന്നലെ നമ്മള് സംസാരിച്ചത് നമ്മള് റെഗുലർ ആയിട്ട് ഡിസിപ്ലിൻഡ് ആയി ഡെഡിക്കേറ്റഡ് ആയി ഭഗവാന്റെ കാര്യങ്ങൾ സർവീസ് ചെയ്യണം എന്നുള്ളത്. ഇന്നലെ മാതാജി ശില്പ മാതാജി പറയുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഭഗവാൻ കാർത്തിക മാസം ഭഗവാൻ എന്തുകൊണ്ടാണ് ഇത്ര പ്രിയപ്പെട്ടത് എന്നുള്ളത്. അതായത് രാധാറാണിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാസമാണ് കാർത്തിക മാസം. അതുകൊണ്ടാണ് ഭഗവാന് ആ മാസം ഇത്രയും പ്രിയപ്പെട്ടതായിരിക്കുന്നത്. ഭഗവാന് അപ്പൊ ഇതൊന്നൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഭഗവാന്റെ ഏറ്റവും നല്ല ഡിവോട്ടിയായ രാധാറാണിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ഭഗവാൻ എത്ര ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പൊ എത്ര മേഴ്സി ഭഗവാന്റെ ഡിവോട്ടീസിന് വേണ്ടി കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മള് ഇതിന്ന് ഒന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മള് സ്ക്രിപ്റ്റേഴ്സിൽ നമ്മൾ പറയുന്നുണ്ട് എന്ത് കാർത്തിക മാസത്തിൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ഡിവോഷണൽ ആക്ടിവിറ്റീസ് ചെയ്താലും നമുക്ക് അതിന്റെ 100 times ബെനിഫിറ്റ് കിട്ടുന്നുള്ളത്. നമുക്കറിയാം ദാമോദര ഭഗവാനെയാണ് വർഷിപ്പ് ചെയ്യേണ്ടത്, നെയ്വിളക്ക് കാണിക്കണം, ദാമോദരാഷ്ടകം ചൊല്ലണം എന്നൊക്കെ അറിയാം. അപ്പൊ നമ്മൾ ഈ ദാമോദരാഷ്ടകത്തിന്റെ ആദ്യത്തെ വേഴ്സില് ആദ്യത്തെ ശ്ലോകത്തില് നമ്മൾ എന്താണ് അതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, എന്തൊക്കെയാണ് അതിൽ പറയുന്നത് ഭഗവാനെ പറ്റിയിട്ട്? ഒന്ന്, ഭഗവാന് ഫോം ഉണ്ട് എന്നുള്ളത്, അതായത് സച്ചിദാനന്ദ രൂപം, ഭഗവാന്റെ ഫോമിനെ കുറിച്ച് സംസാരിക്കുന്നു. 2, ഭഗവാന്റെ ബ്യൂട്ടിയെ കുറിച്ച് സംസാരിക്കുന്നു. ഭഗവാൻ എത്ര ഭംഗിയുണ്ട്, ആദരങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ സംസാരിക്കുന്നു. 3ാമത്തെ കാര്യം അതിൽ സംസാരിക്കുന്നത് ഗോകുലത്തിനെ കുറിച്ചാണ്. ഗോകുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോപികമാരായി, പശുക്കളായി. പിന്നെ നമ്മൾ കാണുന്നത് ആദ്യത്തെ വേഴ്സില് ഭഗവാൻ എങ്ങനെയാണോ യശോദാമയ്യ പിടിക്കാൻ വരുമ്പോ ഓടുന്നത് എന്നുള്ളത്. ഭഗവാൻ വെണ്ണ കക്കുന്നു, യശോദാമയ്യ ഭഗവാനെ പിടിക്കാൻ വേണ്ടി ഓടുന്നു. എന്നിട്ട് പിന്നെ അതിൽ നമ്മൾ കാണുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഭക്തരായ യശോദാമയ്യക്ക് പിടിച്ചു കെട്ടാൻ വേണ്ടി ഭഗവാനെ എങ്ങനെ അനുവദിക്കുന്നു എന്നുള്ളത്. അപ്പൊ ഇതിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവാനെ പിടിച്ചു കെട്ടണം എന്നുണ്ടെങ്കിൽ ഭഗവാനോടുള്ള സ്നേഹം അത് മാത്രമാണ് ഭക്തി എന്നതാണ് വേണ്ടതെന്നുള്ളത്. ഞാൻ ഇന്ന് അത്രേ പറയുന്നുള്ളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇപ്പം നമ്മൾ സിമി മാതാജി എന്ത് പറയുന്നുണ്ട്? സിമി മാതാജിയോടാണ് ചോദ്യം. പറയൂ. പറഞ്ഞോളൂ. പറഞ്ഞോളൂ.
മിതമായിട്ട് പറഞ്ഞ പോലെ നമുക്ക് ഭഗവാനെ പിടിച്ചു കെട്ടണമെങ്കിൽ ഭക്തി തന്നെ വേണം. നല്ല ഭക്തി ഉണ്ടെങ്കിലാണ് ഭഗവാൻ നമ്മുടെ കൂടെ നിൽക്കുള്ളൂ എന്നാണ് തോന്നുന്നത്. ഓക്കെ, ശ്ലോക മീനിങ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഹരേ കൃഷ്ണ. The process of the controller who possesses an eternal form of blissful knowledge, who is listening, yearning, swing to and fro, who manifests himself in Gokula. Gopis kept hanging from the rafters of their storerooms, and who then quickly jumped up and ran in fear of Mother Yashoda, but was ultimately caught. To that supreme Lord, Sri Damodara, I offer my humble obeisance. ഭഗവാൻ അങ്ങനെയൊക്കെയുള്ള ഭഗവാനെ നമ്മൾ ഓരോന്നും അർത്ഥം അറിഞ്ഞ് നമ്മൾ ആരാധന ചെയ്യുമ്പോൾ എന്തൊരു സുഖമാണ് മനസ്സിന് കിട്ടുന്ന അറിയാം. ശില്പമാതാജി പറഞ്ഞോളൂ. ഞാൻ ഇത്തിരി നീണ്ടുപോയി ഞാൻ സംസാരിച്ചത്, 9 മണിക്ക് നിർത്തിയ. ശില്പമാതാജി പറഞ്ഞു. ഹരേ കൃഷ്ണ പ്രഭു, ഹരേ കൃഷ്ണ എല്ലാവർക്കും. സോ നമ്മള് ഇന്നത്തെ ടോപ്പിക് തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ക്യാരക്ടർ, ബിഹേവിയർ എല്ലാം നല്ലതായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നമ്മൾ ചർച്ച ചെയ്തത്. സോ നമ്മളെല്ലാവർക്കും ഭക്തി അല്ലാതെ ഒരു ഗതി ഇല്ല. ഈ കൃഷ്ണഭക്തി, കൃഷ്ണപ്രേമം സംസാര താരിണിയാണ്. സംസാരത്തിലെ കഠിന പ്രയാസങ്ങളെ മറികടക്കാൻ സഹായിക്കുന്നതാണ് ഈ കൃഷ്ണഭക്തി. ഭഗവാന്റെ കഥകളും കീർത്തനങ്ങളും ജപവും മെസ്സേജസും ഒക്കെ നമ്മൾ കേട്ടാൽ മാത്രം പോരാ, ഇതെല്ലാം നമ്മൾ മനനം കൂടി ചെയ്യണം. ഉദാഹരണത്തിന് ഒരു അധ്യാപക അല്ലെങ്കിൽ ഒരു അധ്യാപിക ക്ലാസ് റൂമിൽ ക്ലാസ് എടുക്കുക മാത്രം ചെയ്യാനേ പറ്റൂ, അല്ലെ? ആ ക്ലാസ്സിൽ നമ്മൾ ഇരുന്ന് കേട്ടാൽ പോരാ, പഠിച്ചതെല്ലാം നമ്മൾ വീട്ടിൽ ചെന്നിട്ട് മനനം ചെയ്യുക കൂടി നമ്മൾ ചെയ്യണം. അതുകൊണ്ടാണ് പലരും എക്സാം കഴിയുമ്പോഴത്തേക്ക് നമ്മളെല്ലാം മറന്നു പോകുന്നത്. ബിക്കോസ് അത് മനനം ചെയ്യുന്നില്ല, അത് വെറുതെ ഇങ്ങനെ എക്സാമിന് വേണ്ടി നമ്മൾ പഠിക്കുകയാണ്. ഇൻഫോസിസ് ഒരു തവണ ഒരു റിസർച്ചിൽ പറഞ്ഞതാണ്, അവരുടെ അടുത്ത് വരുന്ന ഇന്റർവ്യൂവിന് വരുന്ന എഞ്ചിനീയേഴ്സ്, അതിലൊരു 5% എഞ്ചിനീയേഴ്സ് മാത്രമാണ് എംപ്ലോയബിൾ. ബിക്കോസ് അവരെല്ലാം മനനം ചെയ്ത് വന്ന എഞ്ചിനീയേഴ്സ് ആണ്. ബാക്കി എല്ലാവരും വെറുതെ എക്സാമിന് വേണ്ടി പഠിച്ചതാണ്. സോ എന്തെങ്കിലും ഒരു ക്രൂഷ്യൽ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. സോ ഭാരതദേശസ്യ അഗ്രേ ഗമനസ്യ മാർഗസ്യ കുഞ്ചിക, ദ കീ, താക്കോൽ, അത് നമ്മുടെ കൈകളിലാണ്. അതുകൊണ്ട് നമ്മുടെ ദാമോദർ ദേശ് മാസം കഴിയുമ്പോഴേക്കും നമ്മൾ ഓരോരുത്തരുടെയും ഭക്തിയുടെ തീവ്രതയും ശക്തിയും കൂടട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. നമ്മൾ എപ്പോഴും ഓർക്കണം ദാറ്റ് നമുക്ക് ഈ ജന്മം നമുക്ക് കിട്ടിയത് വളരെ പ്രയാസപ്പെട്ടിട്ടാണ് കിട്ടിയിരിക്കുന്നത്. സോ ജ്ഞാനപാനയില് പാടുന്നത് പോലെ, എത്ര ജന്മം പ്രയാസപ്പെട്ടിക്കാലം അത്ര വന്നു പിറന്നു സുകൃതതാൽ, എത്ര ജന്മം മലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മം ജലത്തിൽ കഴിഞ്ഞതും, എത്ര ജന്മങ്ങൾ മണ്ണിൽ കഴിഞ്ഞതും എത്ര ജന്മം മരങ്ങളായി നിന്നതും, എത്ര ജന്മം മരിച്ചു നടന്നതും, എത്ര ജന്മം മൃഗങ്ങൾ പശുക്കളായി, അതു വന്നിട്ടിവണ്ണം ലഭിച്ചൊരു മധ്യജന്മത്തിൽ മുമ്പേ കഴിച്ചു നാം, എത്രയും പണിപ്പെട്ടങ്ങു മാതാവിൻ ഗർഭപാത്രത്തിൽ വീണതറിഞ്ഞാലും, 10 മാസം വയറ്റിൽ കഴിഞ്ഞു പോയി, 10-12 ഉണ്ണിയായിടും പോയി. കൃഷ്ണ കൃഷ്ണ മുകുന്ദ, ബാക്കി നമുക്ക് പിന്നെ പാടാം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. ഇന്നത്തെ പ്രസക്തിയുള്ള ഭാഗം മാത്രമാണത്. സോ വിൽ സിംഗ് ദ റെസ്റ്റ് ലേറ്റർ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സുശീം പ്രഭു. ഹരേ കൃഷ്ണ. കുറച്ചൊരു തിരക്ക് വന്നു പോയത് കൊണ്ടാണ് ലേറ്റ് ആയത്. ഞാനിവിടെ ഒരു പണി തുടങ്ങിയിട്ടാണ്.
ഈ എന്താ പറയാ, ജ്ഞാനപ്പാന കേട്ടാല് പീലിയിലെ പാടിയ കേട്ടാല് കരഞ്ഞു. അത് എന്ത് കാര്യമൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാനത് ഇങ്ങനെ രാവിലെ സ്ഥിരം കേൾക്കുന്ന ഭാവഗ്രാഹിയാണ് ഭഗവാൻ. സോ ഭാവം നമ്മളെ ഉള്ളിൽ ആണ് ഈ ഒരു എന്താ പറയാ, നമ്മളെ ആളുകളോട് നമുക്ക് സ്നേഹം അല്ലെങ്കിൽ ദുഃഖം ഒക്കെ വരുമ്പോ ഭഗവാൻ അറിയാം. അവിടെയാണ് അതിന്റെ ഒരു വാല്യൂ ഭഗവാൻ വെക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യം. പുറമേ ഉള്ള പ്രകടനങ്ങളെ കാട്ടിയും അകമേയുള്ള കാര്യങ്ങളായിരിക്കും ഭഗവാൻ മനസ്സിലാക്കുന്നത് എന്നാണ് ഞാൻ ഇതുവരെയുള്ള ഈ കൃഷ്ണ ഇതിൽ മനസ്സിലാക്കിയത്. അത് മറ്റുള്ള മനുഷ്യര് നമ്മൾ കൊള്ളാന്ന് പറയണം, സാധാരണക്കാർ അതൊരു നല്ല മനുഷ്യനാണെന്ന് പറയണം. അങ്ങനെ നമുക്ക് പെരുമാറി എടുക്കാൻ പറ്റുമെങ്കിൽ അത് ഒരു വിജയമാണ്. പറയിപ്പിക്കണം. അല്ലാതെ ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല. അതാണ് പ്രയാസം. ഞാൻ വിചാരിക്കുന്നത് സത്യം. നമുക്ക് ചില സമയത്ത് ഞാൻ ഇന്നും നമ്മള് സാധാരണ ആളുകളോട് ഇടപെടും, അവരോട് ജോലിയും അവരെ കൂടും, അതിൽ വലിപ്പം ചെറുപ്പം നമ്മൾ കാണിച്ചാൽ തീർന്നു. അത് അകമേ കാണുമ്പം അത് പുറമേയും കാണും. അകമേ നമുക്ക് വലുതും ചെറുതും ഉണ്ടെങ്കിൽ അത് വെളിയിലും വരും. അകമേ ഇല്ലെങ്കിൽ വെളിയിലും വരില്ല. അപ്പൊ നമ്മൾ എല്ലാവരോടും അവർക്ക് മനസ്സിലാവും ഈ മനുഷ്യന് നമ്മളോട് സ്നേഹമുണ്ട്. അത് ആളുകൾക്ക് അറിയാൻ പറ്റണം. ആ രീതിയിൽ നമ്മള് അകമേ എന്താ പറയാ, അകവും പുറവും ഒരുപോലെ ഇരിക്കണം. അതെ, അകവും പുറവും അകത്തതാണ് പ്രധാനം എന്ന് ഞാൻ ഒന്നുകൂടെ പറയുന്നു. അതെ. അത് എന്താ പറയുന്നത്, ചിലര് പറയാറുണ്ട്, പണ്ട് ചിലർ ഈ പറയുന്ന രീതിയിൽ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കും, വെളുത്ത പാലും കറുത്ത മനസ്സുമായിട്ട് എനിക്ക് വേണ്ടെന്ന് പറയും. പാൽ കൊണ്ട് കൊടുക്കട്ടെ, പാല് നല്ല വെളുപ്പാണ്, പക്ഷെ കൊണ്ടു കൊടുക്കുന്ന ആളുടെ ഹൃദയം അത്ര ഗുരുതരമാണ്, അത്ര വലിയ വെളുപ്പൊന്നുമല്ല. അപ്പൊ അങ്ങനെയുള്ള പാൽ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. ഉദാഹരണമാണ്. അപ്പൊ നമ്മളൊക്കെ ഈ പറഞ്ഞിട്ട് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കണം. ഇന്ന് എന്നെ ആർക്കും അറിയത്തില്ല. കാര്യം എന്താ? എന്റെ നല്ല ഗുണങ്ങൾ ആർക്കും അനുഭവപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇന്നാരുടെ മകനാണെന്നാണ് നമ്മുടെ നാട്ടിൽ അറിയുന്നത്. എന്തുകൊണ്ട്? ഇന്നാരുടെ മകൻ. നമുക്കൊരു വ്യക്തിത്വം വന്നിട്ടില്ല. എന്തുകൊണ്ട് എനിക്ക് വ്യക്തിത്വം വന്നിട്ടില്ല? ഞാൻ ചെയ്യുന്ന നല്ല ഗുണങ്ങൾ സമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടില്ല. എന്ന് ബോധ്യപ്പെടുന്നുവോ അന്ന് നമ്മളെ തിരിച്ചറിയും. ഇതാണ് സത്യം. സത്യമാണ് പറഞ്ഞത്. വളരെ പ്രധാനമാണ്. അതെ, സത്യമാണ്. ഹരേ കൃഷ്ണ. നമ്മൾ അതിലോട്ട് വർക്ക് ചെയ്യണം. അതെ, സത്യം. ജ്ഞാനപ്പാന കേൾക്കുമ്പോ കരയണം. സത്യം. അത്രയ്ക്ക് ഗംഭീരമാണ് ആ പീലിയിലെ പാടി. മാതാജി അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ജ്ഞാനപ്പാനയിലോട്ട് തന്നെ പോയത്. സത്യം. ഒരു അരമണിക്കൂർ 40 മിനിറ്റ് ഉണ്ട് അത്. ഞാൻ നടക്കാൻ പോകുമ്പോ അത് ചെവിയിലങ്ങ് വെക്കും. അത് വല്ലാത്തൊരു ഫീലിംഗ് ആണ്. ആ ദിവസം പിന്നെ അങ്ങനെ തന്നെ നമ്മൾ നിൽക്കും. നമ്മൾ പുഴുവാണെന്ന് മനസ്സിലാവും. അതാണ് എന്റെ കാര്യം. അതെന്നും കേൾക്കുന്നത് നല്ലതായിരിക്കും. സന്തോഷം. ഹരേ കൃഷ്ണ. എന്ന് ഞാൻ വിചാരിക്കുന്നു. ദാമോദരാഷ്ടകം ചെല്ലാമോ ഇന്ന്? ദാമോദരാഷ്ടകം നമ്മളിവിടെ ചെല്ലാമോ ഇന്ന്? ആരാ പ്രഭു? സുമാജിക്ക് ചെല്ലാൻ പറ്റുമോ? എനിക്ക് ചൊല്ലാം. സുമ മാതാജിയാണോ? സുമ മാതാജി. ഓക്കെ, ചെല്ലാൻ പറ്റുമോ? പറ്റും. പിന്നെന്താ കുഴപ്പം? ധൈര്യമായിട്ട് ചൊല്ലിക്കോളൂ. റിപ്പീറ്റേഷൻ ഒന്നും ഇല്ലല്ലോ. അപ്പൊ നമുക്ക് അടുത്ത ദാമോദര ആരതിയിലേക്ക് കടക്കാം. ഞാൻ വിളക്കൊന്ന് കൊളുത്തട്ടെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒന്ന് ഞാൻ തന്നെ അങ്ങ് ചെയ്യാം. അത്രേ വിളക്ക് കത്തിപ്പിന്റെ കൂടെ അങ്ങ് ചെയ്യും. അതാണ് ഏറ്റവും കുറച്ചുകൂടെ എളുപ്പം. പിന്നെ ഉറങ്ങാൻ നേരത്തൊക്കെ ചെയ്തോണ്ടിരുന്നതൊക്കെ ഇപ്പം അപ്പൊ ഉറക്കമാവും. സന്ധ്യക്ക് തന്നെ എൻ്റെ കൂടെ ചെയ്യുമ്പം വിപിൻ പ്രഭു മാതാജിയൊക്കെ ഇന്നുണ്ട്. എന്താ കാര്യം? ഇന്നലെ ഉണ്ടായിരുന്നു പ്രഭു. ഇന്നലെ എന്താ?
ഇന്നലെ ഇതുണ്ടായിരുന്നു. ശരി. ഞാൻ അറിഞ്ഞില്ല. അപ്പൊ നാളെ ഇല്ലേ? നാളെ ഉണ്ടോ? നാളെ നമ്മളെ വീട്ടിൽ വെച്ചാണ്. നാളെ നമ്മളെ വീട്ടിലാണ്. അത് ശരി. ഇവിടെ ഇപ്പോഴും കോവിഡൊക്കെ ഉണ്ട് കേട്ടോ. ആണല്ലേ? ഇവിടെയും ഇവിടെ സൈലന്റ് ആയിട്ടുണ്ട്. സിബിൻ പ്രഭു നാളെ ഞാൻ ഉണ്ടാവില്ല കേട്ടോ. എനിക്കൊരു ഓഫീസ് ഇനോഗ്രേഷൻ വിളിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നാളെ ഉണ്ടാവില്ല. കഴിയുന്നതും വരാം, നോക്കാം. പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്താണ് ഫംഗ്ഷൻ അറിയില്ല. സോ ഹരേ കൃഷ്ണ. ഒരു മിനിറ്റ് ഞാന് ലാപ്ടോപ്പ് ഒന്ന് എടുത്തിട്ട് വെക്കട്ടെ. കാണാൻ പറ്റും. ഗംഭീരായിട്ട് ഇതൊക്കെ ഇപ്പൊ സെറ്റപ്പ് ചെയ്ത് അവിടെ പോയിട്ട്. ഇത് നമ്മളെ ഇത് ഇപ്പൊ താമസിക്കുന്ന വീടാണ്. ഓക്കെ. ഇത് ഗംഭീരം. ഇവിടുത്തെ കണക്ക് തന്നെ ഉണ്ടല്ലോ ഇപ്പൊ അവിടെ. അത് ഭഗവാൻ അങ്ങോട്ട് ചോയ്സ് ചെയ്ത് തന്നു. ഓക്കെ സുമാജി സ്റ്റാർട്ട് ചെയ്തോളൂ. രാഷ്ട്രം. സച്ചിദാനന്ദരൂപം ലസത്കുണ്ടലം യശോദാഭിയോ ലോകലാഘവമാനം പരാമൃഷ്ടമത്യന്തം കരാംഭോജയുക്തേന ദൈവം